അച്ഛാ, വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അച്ഛന്? പിന്നെ നല്ല സ്ഥലം, ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടും. മോളെ, ഇന്ന് നിന്റെ പക്കനാളാ. വിളിപ്പുറത്ത് അമ്പലത്തില് രാവിലെ നിങ്ങളുടെ 3 പേരുടെയും പേരില് പൂജ നടത്തി. പ്രസാദം സഞ്ചിയിലുണ്ട്. ആ, അത് നന്നായി. അപ്പൊ എന്തുകൊണ്ടും പാല് കാച്ചാൻ പറ്റിയ ദിവസമാണെന്ന്. ജഗ, വീട്ടിൽ നിന്നാരും വന്നില്ലേ? ഇല്ല. വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയില്ലെന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ വേദനയോടെ ഇറങ്ങി വന്നത്. തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അപ്പച്ചയുടെ മുമ്പിൽ. പോട്ടെ മോനെ. ഇല്ല, അവരുടെയൊക്കെ മുമ്പിൽ വന്ദനയ്ക്കും നിയമങ്ങൾക്കും ഒപ്പം തല ഉയർത്തി തന്നെ ജഗൻ ജീവിക്കും. ജഗ, പാല് കാച്ചിനുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ആദ്യം വന്ദന ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി ഈ പാല് ആ കലത്തിലേക്ക് ഒഴിക്കണം. അച്ഛാ, ദാമേട്ടാ. വന്ദനേച്ചി, അടുപ്പ് എത്തിക്ക്. അയ്യോ, എഴുന്നേക്കണ്ട അച്ഛമ്മേ. ഓ, അതൊന്നും സാരമില്ല. അച്ഛമ്മ കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ വന്നു കയറി അച്ഛമ്മയുടെ ഉറക്കം കളഞ്ഞു. സോറി. ഞാൻ വെറുതെ കിടന്നൊന്ന് മയങ്ങിപ്പോയി. ആ വേലക്കാരി പെണ്ണെ ഇന്ന് 1 ഡേ ലീവാ. ഓ, പിന്നെ എത്ര നേരം എന്ന് വെച്ചാ വർഷമോളോട് കത്തി വെച്ചോണ്ടിരിക്കുന്നു. ഗർഭിണി പെണ്ണിനോടെ അങ്ങനെയധികം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ വന്നൊന്ന് തലചായ്ച്ചതാ. എന്റെ കാലിന് ചെറിയൊരു വേദനയുണ്ട്. ഇത് പ്രായമുള്ളവർക്ക് വരുന്നതാ അച്ഛമ്മേ. കാലിങ്ങനെ പതുക്കെ തിരുമ്മി കൊടുത്താ അതങ്ങ് മാറാവുന്നേ ഉള്ളൂ. ഞാൻ തിരുമ്മി തരാം. അയ്യോ വേണ്ട, വേണ്ട മോനെ. അങ്ങനെ പറയല്ലേ, എന്റെ അച്ഛമ്മ കൂടിയല്ലേ. ഇങ്ങ് വന്നേ. പതുക്കെ. വേണ്ടായിരുന്നു. അങ്ങോട്ട് വെക്കച്ചമ്മേ. എന്റെ അമ്മേ. മോളെ, നിരഞ്ജൻ വന്ന് കണ്ടില്ലേ? അവന് കടുപ്പത്തിലൊരു ചായ ഇട്ട് കൊടുക്ക. ശരി അച്ഛമ്മേ. ചായ ഇപ്പൊ വേണ്ട. ഞാൻ വർഷയോട് വിശേഷം ചോദിക്കാൻ മറന്നു. ആരോഗ്യ പ്രശ്നമൊക്കെ എങ്ങനെ? ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നന്നായി ശുശ്രൂഷിക്കാൻ ഇതുപോലൊരു അച്ഛമ്മ ഉള്ള എന്റെ ഗുണ. പ്രസവ ശുശ്രൂഷ നന്നായില്ലെങ്കിലേ പിന്നെ അങ്ങോട്ടുള്ള സമയത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. നല്ല ബോഡിയാണ് വർഷയ്ക്ക്. ഈ വൃത്തിയായിട്ടവൻ ഇപ്പോഴൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. മുറിയിൽ കയറിയുള്ള ഇവന്റെ പാദം തലോടിലെങ്ങാനും ഏട്ടൻ കണ്ടുകൊണ്ട് വന്നോ?
കാല് തടവി മതിയായില്ലേ? ശ്ശോ, ഞാനത് ഓർത്തില്ല മോളെ. മതി മക്കളെ, മതി. നീ എന്തിനാ എന്റെ കാലൊക്കെ തടവുന്നു? മതി. കൊതി കൊണ്ട അച്ഛമ്മേ. ഞാനും വിക്രവും അനാഥ കുട്ടികളായിരുന്നു എന്ന് അച്ഛമ്മയ്ക്ക് അറിയാലോ. വിക്രമിനിപ്പോ ബിസിനസ്സായി, കോടിക്കണക്കിന് പണമായി, ബംഗ്ലാവായി. മാത്രോ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വർഷയെ പോലുള്ളൊരു സുന്ദരിയായ ഭാര്യയും.